ഈശോമിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ. ഉണ്ണിയേശുവിനെ സന്ദർശിക്കുവാൻ കിഴക്കിൽ നിന്ന് വന്ന ജ്ഞാനികൾ കാഴ്ചവെച്ച 3 സമ്മാനങ്ങൾ: പൊന്ന്, മീറ, കുന്തിരിക്കം. ഇതിൽ കുന്തിരിക്കത്തിന് നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ സവിശേഷമായ സ്ഥാനമാണ് ഉള്ളത്. പണ്ട് മുതൽക്കേ കുന്തിരിക്കം ദൈവത്തിന് സമർപ്പിക്കുന്ന ഒരു വിശുദ്ധ വസ്തുവായി കണക്കാക്കിയിരുന്നു. പഴയ നിയമത്തിൽ വിശുദ്ധ കൂടാരത്തിലും ദേവാലയത്തിലും ധൂപാർപ്പണത്തിനായി ഇതുപയോഗിച്ചിരുന്നത് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നതിനുള്ള ഒരു ഉപാധിയായിട്ടായിരുന്നു. ജ്ഞാനികൾ കുന്തിരിക്കം കാഴ്ചവെച്ചതിലൂടെ ലോകരക്ഷകനായ ഈശോയുടെ ദൈവത്വത്തെ ഏറ്റുപറയുകയും അവിടുന്ന് ഒരു മനുഷ്യനല്ല ദൈവമാണെന്ന് പ്രഖ്യാപിക്കുകയുമാണ് ചെയ്തത്. നമ്മുടെ ജീവിതത്തിലും നമുക്ക് പ്രാർത്ഥനയിലൂടെയും ആരാധന സ്തുതികളിലൂടെയും അവിടുത്തെ ദൈവത്വത്തെ ഏറ്റുപറയുവാൻ പരിശ്രമിക്കാം. സങ്കീർത്തനം 141:2 പ്രകാരം പറയുന്നു: എന്റെ പ്രാർത്ഥനകളും യാചനകളും സുഗന്ധധൂപം പോലെ ദൈവസന്നിധിയിൽ ഉയരട്ടെ. നമ്മുടെ പ്രാർത്ഥനകളും യാചനകളും സുഗന്ധധൂപം പോലെ ദൈവസന്നിധിയിൽ സ്വീകാര്യമാവട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ആത്മീയ ജീവിതത്തിന്റെ സുഗന്ധമാണ് കുന്തിരിക്കം. അതുപോലെ നമ്മുടെ വാക്കുകളിലും പ്രവൃത്തികളിലൂടെയും മറ്റുള്ളവരോട് സ്നേഹവും അലിവും എളിമയും പ്രകടിപ്പിച്ച് നമുക്ക് ക്രിസ്തുവിന്റെ സന്നിധിയിൽ എരിയുന്ന പരിമള ധൂപം പോലെ പ്രശോഭിക്കുവാൻ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഏവർക്കും ഹാപ്പി ക്രിസ്മസ്.